സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന സംഘകാര്യകർത്താക്കളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, വിശ്വ ഹിന്ദു വർഷത്തിന്റെ സംസ്ഥാന ആദരണീയ അധ്യക്ഷൻ വി തമ്പി അവറുകളാണ്. രണ്ടാമത് നമ്മുടെ വിശ്വ ഹിന്ദു വർഷത്തിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ അവറുകളാണ്. മൂന്നാമതിരിക്കുന്നത് വിശ്വ ഹിന്ദു വർഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയൽ അവറുകളാണ്. എല്ലാവർക്കും നമസ്കാരം. വിശ്വ ഹിന്ദു വർഷത്തിന്റെ കേരള സംസ്ഥാനത്തെ ജില്ലാ ഉപരി കാര്യകർത്താക്കളുടെ 2 ദിവസത്തെ വാർഷിക യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കാര്യകർത്താക്കൾ ഈ വാർഷിക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാട് തന്നെയും ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ഈ വേദിയിലാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിലെമ്പാടും തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. സമാന സാഹചര്യങ്ങൾ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം കൂടിയ ഇതിന്റെ മുതിർന്ന ഘടകം ചർച്ച ചെയ്യുകയുണ്ടായി. രാജ്യത്ത് ഇന്ന് 11 സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമം ഉള്ളത്. വിശ്വ ഹിന്ദു പരിഷത്ത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരുകളോടും ആവശ്യപ്പെടുന്നത് ഭാരതത്തിൽ എമ്പാടും ഭാരതത്തിന് ഐക്യരൂപ്യമുള്ള ഒരു മതപരിവർത്തന നിരോധന നിയമം പഴുതുകൾ അടച്ചുകൊണ്ട് നടപ്പാക്കണമെന്ന് തന്നെയാണ്. ഈ കേരളവും അതിന്റെ പരിധിയിൽ വരണം. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരികയും രാജ്യമെമ്പാടും ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാകണമെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള ചില ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണമൊഴുക്കിക്കൊണ്ട് പ്രലോഭനങ്ങളിൽ കൂടിയും ചൂഷണത്തിൽ കൂടിയും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുമാണ് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തുന്നത്. ആ നടത്തുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ എല്ലാ പ്രദേശത്തും ഇന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം ഹൈന്ദവ സമൂഹം ഉണർന്നെണീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉപരിയായിട്ട് ആ മതപരിവർത്തന ശ്രമങ്ങളെ പ്രാദേശികമായി അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാർ തടയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിയാണ്. അതേപോലെ തന്നെ ഒരു കാലത്ത് ഹൈന്ദവ ധർമ്മത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് ഇതര ധർമ്മങ്ങളിലേക്ക് പോയി. ആ തെറ്റ് മനസ്സിലാക്കിയ വ്യക്തികളെ തിരികെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന ഘർവാപ്പസി നടപടിക്രമങ്ങൾ വളരെ വ്യാപകമായ രീതിയിൽ ഭാരതമെമ്പാടും തന്നെ നടപ്പാക്കുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിലും അതിന്റെ വളരെ വലിയ സംവിധാനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരുക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ദിനം പ്രതി 100 കണക്കിന് ആൾക്കാർ ഘർവാപ്പസിയിൽ കൂടി സനാതന ധർമ്മത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. അത് കൂടുതൽ വ്യാപകമാക്കാനും ഈ കേരളത്തിലെ ഏകദേശം തെരഞ്ഞെടുത്ത ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം 70ഓളം താലൂക്കുകളിലെ വ്യാപകമായ രീതിയിലെ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ മതപരിവർത്തന ശ്രമങ്ങൾ നടപ്പാക്കുന്ന 70 താലൂക്കുകളിലും ധർമ്മ പ്രചാരകന്മാരെ നിയോഗിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഏത് രീതിയിലുള്ള മതപ്രചരണമാണോ നടക്കുന്നത് അതിന് കൃത്യമായ രീതിയിലുള്ള ഘർവാപ്പസിയിൽ കൂടെ തിരികെ കൊണ്ടുവരാൻ ഏത് ശ്രമവും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ഘടകം നടപ്പാക്കും എന്നുള്ള തീരുമാനം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ക്ഷേത്രങ്ങൾ, അതേപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ നമുക്കറിയാം, 2-3 ദേവസ്വം ബോർഡുകളും ചില അല്ലാത്ത ഗുരുവായൂർ, വടക്കുന്നാഥ് അല്ലെങ്കിൽ കൂടൽമാണിക്യം തുടങ്ങിയ ചില ട്രസ്റ്റുകളുമുണ്ട്. ആ ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളെ ഒക്കെ തന്നെ മോചിപ്പിക്കുകയും അത് ഭക്തസമൂഹത്തിന് കൈമാറണം എന്നുള്ളതും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണവും നടപ്പാക്കണം. ബാക്കി ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെ സർക്കാരിന്റെ കൈകടത്തലുകൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഹിന്ദുവിന്റെ ഇത്തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കൈകടത്തി ഭരിക്കുന്നു എന്ന് മാത്രമല്ല, ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാനും ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാനും ഉള്ള ഗൂഢതന്ത്രങ്ങള് ഈ ചില സർക്കാർ സംവിധാനങ്ങളിൽ കൂടി ചില പാർട്ടി കേന്ദ്രങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അത് തെറ്റായ ഒരു പ്രവണതയാണ്.
അതിനും പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഖർവാപ്പസി വ്യാപകമാക്കി മാറ്റാൻ കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ബജറംഗ് ദൾ പ്രവർത്തനവും ദുർഗാവാഹിനിയുടെ പ്രവർത്തനവും കേരളത്തില് സക്രിയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബജറംഗ് ദളിന്റെയും ദുർഗാവാഹിനിയുടെയും പ്രവർത്തകർ അവരുടെ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഖർവാപ്പസി വ്യാപകമാക്കും. മതപരിവർത്തനവും ഖർവാപ്പസിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിലെ ചർച്ചകൾ നടക്കുന്നത്. ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ സനാതന ധർമ്മത്തിന്റെ ഭാഗഭാക്കുകളായിരുന്നു. അവരൊക്കെ തന്നെ സ്വധർമ്മത്തിലേക്ക് തിരികെ വരുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും വ്യക്തി തന്റെ സ്വധർമ്മത്തിലേക്ക്, തന്റെ സനാതന ധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായവും സുരക്ഷയും വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദളും ദുർഗാവാഹിനിയും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഈ വാർഷിക ബൈഠക്കിലെ പ്രധാന ആലോചനാ വിഷയവും തീരുമാനവും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഉത്തരേന്ത്യയിൽ എപ്രകാരമാണോ ബജറംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും പ്രവർത്തിക്കുന്നത്, സനാതന ധർമ്മ സംരക്ഷണത്തിന് എപ്രകാരമുള്ള കാര്യങ്ങൾ അവർ നടപ്പാക്കുന്നുണ്ടോ അതേപോലുള്ള കാര്യങ്ങൾ നിയമപരമായ മാർഗത്തിൽ കൂടി കേരളത്തിലും വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദളും ദുർഗാവാഹിനിയും നടപ്പാക്കുക തന്നെ ചെയ്യും. ഖർവാപ്പസി അത് തന്നെയാണ്. മതപരിവർത്തനവും ഖർവാപ്പസിയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചർച്ചയുടെ ആവശ്യമില്ല. മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ഒരു മതത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഖർവാപ്പസി എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരികയാണ്. മതപരിവർത്തനം എന്താ നടക്കുന്നത് ഭാരതത്തില്? അത് ഹിന്ദുവായിട്ടുള്ള ആൾക്കാരെ ക്രൈസ്തവരും മുസ്ലിമുകളും ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതല്ലല്ലോ ചെയ്യുന്നത്. ഒരു കാലത്ത് സനാതന സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ആൾക്കാർ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തില് ഈ മതത്തിൽ നിന്ന്, ഈ ധർമ്മത്തിൽ നിന്ന് പോയി അവര് തിരികെ വരികയാണ്. സ്വന്തം ഭവനത്തിലേക്ക് തിരികെ വരുമ്പോൾ എപ്രകാരമാണോ ഒരു സ്വീകരണം കിട്ടുന്നത്, ആ സ്വീകരണ പരിപാടി മാത്രമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അത് കേരളത്തില് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 130 ക്ഷേത്രങ്ങളുണ്ട്. ആ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡ് ഈ മാർച്ച് മാസം 15-ാം തീയതി ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി പുറത്തിറക്കിയ വഴിപാട് നിരക്കുകളുണ്ട്. ആ വഴിപാട് നിരക്കുകളിലെ ഒരു കോളത്തിനകത്ത് മതപരിവർത്തനം 160 രൂപ രസീത്. ദേവസ്വം ബോർഡ് സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനമായ ദേവസ്വം ബോർഡില് നിയമപരമായി മതപരിവർത്തനം ചെയ്യുന്നുണ്ട്. 260 രൂപ രസീത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദേവസ്വം ബോർഡിന്റെ ആ സർക്കുലർ തരാം. ഓരോന്നിന്റെ ഇപ്പൊ നൂലുകെട്ട് അല്ലെങ്കിൽ ചോറൂണ് തുടങ്ങിയ ആ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ആൾക്കാരെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ വിശ്വ ഹിന്ദു പരിഷത്തിനും സ്വാതന്ത്ര്യം ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ആ സർക്കുലർ ഞാൻ ഇട്ടുതരാം. ഈ വർഷം ഇറങ്ങിയതാണ്, ഈ മാർച്ചില് കൃത്യമായിട്ട് 260 ആണോ 160 ആണോ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. തുകയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മതപരിവർത്തനം എന്ന് തന്നെയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തരാം. സർക്കാരിന് ചെയ്യാം. പിന്നെന്താണ്? ഞങ്ങൾ മതപരിവർത്തനം അല്ല ചെയ്യുന്നത്, അത് ആദ്യം മനസ്സിലാക്കണം. ഖർവാപ്പസിയാണ്. സർക്കാരാണ് മതപരിവർത്തനം ചെയ്യുന്നത്. സർക്കാരിന്റെ ആ ഒരു നയത്തിന് വിശ്വ ഹിന്ദു പരിഷത്ത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ പിന്തുണ കൊടുക്കുന്ന ഏക വിഷയം ഈ മതപരിവർത്തനം വ്യാപകമാക്കാൻ ആ ദേവസ്വം ബോർഡ് കാണിക്കുന്ന ആ സമീപനത്തിനെ 2 കൈയും നീട്ടി വിശ്വ ഹിന്ദു പരിഷത്ത് സ്വീകരിക്കുകയാണ്. അത് സർക്കാരും ദേവസ്വം ബോർഡും ആ ചടങ്ങിനെ വ്യാപകമാക്കണം. എല്ലാ ക്ഷേത്രങ്ങളിലെയും ബോർഡുകളിൽ അത് കൃത്യമായി എഴുതി വെക്കാനും ദേവസ്വം ബോർഡ് തയ്യാറാകണം. ഇപ്പോൾ അവര് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാത്രമേ അത് എഴുതി വെച്ചിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് അറിയുന്നത്. എല്ലാ വഴിപാട് നിരക്കിന്റെ കൂടെ ഇത് തന്നെയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും ബോർഡുകളിൽ ഇത് ഉൾപ്പെടുത്തണം. കേരളത്തിലെ വളരെ വ്യാപകമായ നിർബന്ധിത പരിവർത്തനമുണ്ട്. വയനാട് ജില്ലയിലെ, ഇടുക്കി ജില്ലയിലെ, തിരുവനന്തപുരം, ഈ ജില്ലയിൽ പോലും പല പ്രദേശങ്ങളിൽ മതപരിവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരം ഒരു ചോദ്യം താങ്കൾ ചോദിക്കാം, ആരും പരാതിപ്പെടുന്നില്ലല്ലോ എന്ന് തന്നെ ചോദിക്കാം. തീർത്തും ശരി തന്നെയാണ്. ഇന്നത്തെ മതപരിവർത്തനം എങ്ങനെയാണെന്ന് താങ്കൾക്കറിയാം. റായ്പൂർ അതിരൂപതയിലെ ഒരു ഫാദർ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൃശ്യമാധ്യമത്തിലെ ചർച്ചയിൽ പറഞ്ഞു,
ഈ ഛത്തീസ്ഗഡിലെ പെൺകുട്ടികള് ക്രൈസ്തവ വിശ്വാസികളാണ്, പക്ഷെ അവരുടെ രേഖകളില് അവരിപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ്. ആ സമാന സാഹചര്യം കേരളത്തിലുമുണ്ട്. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് ഇന്ന് കേരളത്തിൽ വളരെ കൂടുതലായിട്ടുള്ളത്. അവരുടെ രേഖകളിൽ ഹിന്ദു നാമമായിട്ട് നിലനിൽക്കും, അല്ലെ സംവരണത്തിന്റെ ആനുകൂല്യം ഒക്കെ നേടിയെടുക്കാനും അത് നിലനിർത്താനും വേണ്ടി ഹിന്ദു നാമധാരികളായി നിൽക്കും. വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർ ക്രിസ്ത്യാനികളാണ്. ജോഷുവ പ്ലാൻ നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ലോകവ്യാപകമായി ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ ജോഷുവ പ്രോജക്റ്റില് കേരളത്തിലെ ഓരോ ജാതിയെ പറ്റിയും ആ ജാതിയിലെ ഉപജാതികളെ പറ്റിയും കൃത്യമായ രീതിയിലുള്ള പഠനമാണ്. ഓരോ ജാതിയിലും എത്ര ശതമാനം ആൾക്കാർ മതം മാറിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ജോഷുവ പ്ലാൻ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു ക്രൈസ്തവ പഠന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ഓരോ ജാതിയിലുമുള്ള ആൾക്കാരുടെ മതപരിവർത്തനത്തിന്റെ നമ്മൾ ഈ മീറ്റർ വെക്കും, സ്പീഡോമീറ്റർ, അതേപോലെ കാണിച്ചിട്ടുണ്ട്. നായർ വിഭാഗത്തിന്റെ മാറ്റത്തിന്റെ സ്പീഡ് എത്രയാണ്, ഈഴവ വിഭാഗത്തിന്റെ എത്രയാണ്, പുലയ വിഭാഗത്തിന്റെ എത്രയാണ്, ആ സ്പീഡോമീറ്റർ ഉൾപ്പെടെ നിങ്ങൾക്ക് അതിന്റെ ഡാഷ്ബോർഡിൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അത് കൃത്യമല്ലേ? എന്താണ് വ്യത്യാസം? മതപരിവർത്തനം നടക്കുന്നുണ്ട്, അത് നിർബന്ധിതവും പ്രലോഭനത്തിൽ കൂടിയും ഉള്ളതാണ്. പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ടാണ് മതപരിവർത്തനം നടത്തുന്നത്. രേഖകളിൽ ചിലപ്പോൾ മാറ്റമില്ലായിരിക്കും. അവര് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുള്ളത്. രാജ്യത്തെ ഭരണഘടന ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്, പക്ഷെ മതപരിവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിട്ടില്ല. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള വരമ്പ് വളരെ ചെറുതാണ്. ആ വരമ്പിൽ കൂടി നടന്നുകൊണ്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരനെ പ്രലോഭിപ്പിച്ച് ഇത് തരാം അത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നത്. സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാതി മതവും നോക്കേണ്ട കാര്യമുണ്ടോ? ഈ കേരളത്തിലെ ക്രൈസ്തവ പാതിരിമാരും കന്യാസ്ത്രീകളും എന്തേ ഈ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക വിശ്വാസികളുടെ ഇടയിലേക്ക് സേവനത്തിന് പോകാത്തത്? അത് പറയണം. പോകാൻ സാധിക്കില്ല. എത്രയോ മേഖലകളില് മുസ്ലിം സമുദായാംഗങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ മേഖലകളിലേക്ക് പോകാതെ ഹിന്ദുവിന്റെ ചില അവസ്ഥകളെ ചൂഷണം ചെയ്യുകയാണ് ഈ ഭാരതമെമ്പാടും നടക്കുന്നത്. അതിനും ഇരട്ടത്താപ്പാണ്. മുസ്ലിം മേഖലകളില് മതപരിവർത്തനവും വേണ്ട, സേവനവും വേണ്ട. ഹിന്ദു മേഖലകളില് സേവനത്തിൽ കൂടി മതപരിവർത്തനം ചെയ്യുന്നു. അതിനെയാണ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. ഛത്തീസ്ഗഡില് രാജ്യത്ത് 1968 ഏകദേശം ആദ്യം തന്നെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തന്നെ മതപരിവർത്തന നിയമം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 1950കളുടെ അവസാനം തന്നെ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ നിയോഗി കമ്മീഷനെ നിയമിച്ചിരുന്നു. അക്കാലത്ത് നിങ്ങൾ ഓർക്കൂ, 1950കളിലെ നിയോഗി എന്ന് പറയുന്ന ഒരു ജഡ്ജിയെ അവിടെ കമ്മീഷനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയ തന്ത്രങ്ങളാണ്. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു നിയമം കൂടി അവിടെ ഉണ്ട്. പ്രൈവറ്റ് ജോബിന്റെ രജിസ്ട്രേഷൻ അത് ചെയ്തിട്ടില്ല, ഇവരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സത്യം തന്നെയാണ്. നിയമത്തിന്റെ ഭാഷയിൽ കൂടി അവർ കോടതി നടപടികളിൽ കൂടി വിചാരണ നേരിട്ട് കൊണ്ട് കുറ്റവിമുക്തരാവുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ എതിർത്തിട്ടില്ല. തൃശ്ശൂരിലെ ഈ പിണറായി സർക്കാർ ഇതേപോലെ തന്നെ മനുഷ്യക്കടത്തിന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഒരു മാധ്യമവും അത് ചർച്ച ചെയ്തില്ലല്ലോ. അവരെ ഇപ്പൊ അക്വിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവരെ അക്വിറ്റ് ചെയ്ത നടപടി തെറ്റാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിട്ടില്ല. അവര് കാരണം പ്രോസസ് ഓഫ് ഡ്യൂ കോഴ്സ് ഓഫ് ലോയിൽ കൂടെ കടന്നുപോയതാണ്. എന്തേ അതിന് ഈ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ന്യായീകരണമല്ല, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭ്യമായ അറിവ്. ആ ലഭ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, ഒരു സംശയവുമില്ല. അതെ, സ്വാഭാവികമായ നടപടിക്രമങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ. ഈ കേരളത്തിലെ ഒരു 3 പെൺകുട്ടികൾ ഒരിടത്ത് നിൽക്കുന്നു. അവരോടൊപ്പം ഉത്തരേന്ത്യക്കാരായ 1-2 സ്ത്രീകളെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായി ആ സമൂഹത്തിലുള്ള ആൾക്കാർ ഇടപെടുമോ ഇല്ലയോ? ഇത് നമ്മൾ ഉത്തരേന്ത്യ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും. ഇവിടെ ആയതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? നമ്മളുടെ മലയാളികളായ 3 പെൺകുട്ടികളുടെ അടുത്ത് ഉത്തരേന്ത്യക്കാരായ 2-3 വനിതകൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അതിനെപ്പറ്റി പോലീസിന് സൂചന നൽകുകയും അന്വേഷിക്കാനുള്ള നടപടികളെ പറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന എന്ത് തെറ്റാണുള്ളത്? റെയിൽവേ പോലീസ് അത് അന്വേഷിക്കട്ടെ. അവർ തെറ്റാണെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട FIR-ഉം കാര്യങ്ങളും ഇടും. നിയമപരമായി അവര് അതിൽ കൂടെ കടന്നു പോകുക തന്നെ വേണം. ഏത് സ്വാഭാവിക നടപടികൾ? ഇത്തരത്തിലുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദളും ഈ ദുർഗാവാഹിനിയും ഒക്കെ അക്കാര്യത്തിൽ ഇടപെടണമെന്ന് തന്നെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ ഇടപെടുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ആ രീതിയിൽ അതിനെ
സമൂഹം ഇന്ന് ഉണർന്നു കഴിഞ്ഞു, ഹൈന്ദവ സമൂഹം ഉണർന്നു കഴിഞ്ഞു. അതിന്റെ സൂചനകൾ ഭാരതത്തിലെമ്പാടും ഇന്ന് കാണുന്നുണ്ടല്ലോ. എവിടാണ് കാണാത്തത്? രാജസ്ഥാനിലും ഒറീസയിലും ഒക്കെ തന്നെ സമാന സാഹചര്യം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്രകാരം സ്വാഭാവികമായ പ്രതികരണത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് സേവന പ്രവർത്തനത്തിന് പോയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഹിമാലയത്തിന്റെ സാനുക്കളിൽ നിന്നുകൊണ്ട് ഒരു ക്രൈസ്തവ പുരോഹിതൻ നടത്തിയ ഒരു വീഡിയോ വളരെ വൈറലാണ്. കുഞ്ഞാടുകളെല്ലാം ഇവിടേക്ക് വരൂ, ഇവിടെ ധാരാളം സ്ഥലമുണ്ട്, നിങ്ങൾക്ക് മേച്ചിൽപ്പുറങ്ങളാണ്, ഇവിടെ മതപരിവർത്തനത്തിൽ ഇതുവരെ ആരും വന്നിട്ടില്ല, നിങ്ങൾ മുളക്കഴയിൽ നിന്നും കുമ്പനാട് നിന്നും ഈ ഹിമാലയത്തിന്റെ താഴ്വരകളിലേക്ക് പോരും, നമുക്ക് ധാരാളം ആൾക്കാരെ കിട്ടും എന്നുള്ള വ്യാപകമായ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? ഈ കാണിക്കുന്നത് തെറ്റല്ല. ആരെങ്കിലും സ്വാഭാവികമായ പ്രതികരണം ചെയ്യുകയാണെങ്കിൽ അതൊരു മഹാപാതകം. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കുന്നത്. കേരളം കഴിഞ്ഞ് വാളയാർ ചുരം കഴിഞ്ഞാൽ ഇത് ഒരു ചർച്ചയും ഇല്ല എന്നുള്ളതാണ് സ്വാഭാവികമായ കാര്യം. ഒരു കാര്യം കൂടെ, ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരിക്കുന്നു, അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, ആ സ്ഥലത്തെ ദുർഗിലെ MP, ഇവരൊന്നും തന്നെ ഇത് നല്ലതാണെന്ന് പറഞ്ഞില്ലല്ലോ. കന്യാസ്ത്രീകൾ ചെയ്ത പ്രവൃത്തി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് പറയുന്നത്. അവിടുത്തെ ഭരിച്ചുകൊണ്ടിരുന്ന 35 MLA-മാരുള്ള കോൺഗ്രസ് തെറ്റാണെന്ന് പറയുന്നില്ല, ഇത് വേണമെന്ന് തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നത് ശക്തമായിട്ട് ഇവർക്കെതിരെ നടപടികൾ എടുക്കണമെന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ആ കോൺഗ്രസ് നേതൃത്വത്തിനോടൊപ്പമാണ് വിശ്വ ഹിന്ദു പരിഷത്തും പറയുന്നത്. തെറ്റെന്താണ്? ഒരു തെറ്റുമില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിച്ച നടപടി തീർത്തും തെറ്റാണ്. അവർ ഇരട്ടത്താപ്പാണ് കാണിച്ചത്. കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ കണ്ടുകൊണ്ട് ഇവിടെ ഒരു നിലപാടെടുക്കുകയും ഉത്തരേന്ത്യ സാഹചര്യം അനുസരിച്ച് അവിടെ ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഒരൊറ്റ കോൺഗ്രസിന്റെയും ഇവിടുത്തെ LDF-ന്റെയും നേതാക്കന്മാര് ഈ പിണറായി സർക്കാർ കാണിച്ച കേസെടുക്കൽ നടപടി തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത അതേ നടപടിയല്ലേ അവിടെ നടന്നിട്ടുള്ളൂ. ഇനി എത്ര നാളെ കോടതി കയറി ഇറങ്ങേണ്ടി വരും? ഇവിടുത്തെ കന്യാസ്ത്രീകൾ കയറി ഇറങ്ങിയില്ലേ? തൃശ്ശൂരിലെ ജില്ലാ കോടതി വെറുതെ ഇപ്പൊ വിട്ടു. നിയമപരമായ നടപടിയിൽ കൂടാണ്. കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ അപ്രകാരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ടതില്ല. ഏകദേശം 50% താഴെയാണ് ഇന്ന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം. 2011 സെൻസസ് അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ശതമാനം 53, ബാക്കി ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളൂടെ ചേർന്ന് 47%. 2021 അടുത്ത സെൻസസ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കോവിഡ് കാരണം ആ സെൻസസ് നടന്നില്ല. അതിന്റെ അന്ന് സെൻസസ് നടക്കുക അല്ലെങ്കിൽ ഇപ്പൊ സെൻസസ് നടക്കുകയാണെങ്കിലോ കേരളത്തിലെ ഹിന്ദു 50% താഴെയുള്ള ന്യൂനപക്ഷമാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. അന്നേരം ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സംഘടിതമായി കിട്ടിയാലേ കേരളത്തിലെ അധികാരത്തിൽ എത്താൻ സാധിക്കൂ. പാർലമെന്റിലേക്ക് മൊത്തം കിട്ടുന്ന സീറ്റിലെ 19 18 ഇവിടുന്നാ കിട്ടുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഇവര് കാണിക്കുന്ന രാഷ്ട്രീയം, വാളയാർ ചുരം കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം അവർക്കില്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ഭാരതത്തിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കിയത്. അവരാണ് ജുഡീഷ്യൽ കമ്മീഷനുകളെ വെച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഛത്തീസ്ഗഡ് ഗോത്രവർഗ മേഖലയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന ഈ സുവിശേഷവൽക്കരണത്തിന് പോകുന്ന ആൾക്കാര് ഈ ബസ്തർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ഒറീസയിലെ ചില മേഖലകളിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അവരിൽ കൂടിയാണ് അവർ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളാകുന്ന ശക്തികളുമായി ചേർന്ന് നിൽക്കുന്ന ചില കാഴ്ചകള് തെളിവ് സഹിതം നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, സ്റ്റാൻ സ്വാമിയുടെ വധം. സ്റ്റാൻ സ്വാമി അദ്ദേഹത്തിനെ പ്രതിയാക്കിയ സംഭവം എന്തായിരുന്നു? അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത ബ്ലാങ്ക് ചെക്കുകൾ CPI-ML മാവോവാദികളിൽ നിന്ന് പിടിച്ചെടുത്തു. എന്തിനാണ് CPI-ML മാവോവാദികൾക്ക് ഈ സ്റ്റാൻ സ്വാമി എന്തിനാണ് ഈ ബ്ലാങ്ക് ചെക്കുകൾ കൊടുത്തത്? എല്ലാരും പറയുന്നുണ്ടോ അദ്ദേഹത്തിനെ മതപരിവർത്തനത്തിന് പീഡിപ്പിച്ച് ജയിലിലിട്ട് കൊന്നു എന്നാണ്. അദ്ദേഹം ആശുപത്രി കിടക്കയിലാണ് മരിച്ചത്. അതും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുകളിലാണ് ആരോപണം വന്നിരുന്നത്. ഇതാണ് കാര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നത്. ഒരു സംശയവുമില്ല, ഈ തീവ്രവാദി പ്രസ്ഥാനങ്ങളുമായി ആലോചിച്ച് ചെയ്യുന്നു. കറക്റ്റാണത്. അന്നേരം CPI-ML-ഉം ഇവിടുത്തെ മതപരിവർത്തന ലോബിയും തമ്മിൽ അന്തർധാര സജീവമാണ്. പണമൊഴുക്ക് നടക്കുന്നുണ്ട്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് പ്രശ്നമുണ്ടാകത്തക്ക രീതിയിലുള്ള പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. ഒറീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ മേഖലകൾ ഇവരുടെ പ്രവർത്തനം തീവ്രമാണ്.
അതിനെപ്പറ്റി കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ബദൽ സംവിധാനങ്ങൾ കേരളത്തിലെ മഹാഭൂരിപക്ഷവും ഗ്രാമക്ഷേത്രങ്ങളുണ്ട്, കുടുംബക്ഷേത്രങ്ങളുണ്ട്, പ്രാദേശികമായ സമിതികൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇതേപോലെ നടത്താൻ കഴിവും ആർജവുമുള്ള ഒരു സാമൂഹ്യ അവസ്ഥ ഇന്ന് കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തെ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടുത്തെ ഭക്തജനങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം, അല്ലാതെ സർക്കാരല്ല അതൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത്, സർക്കാരിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഭക്തജന സമിതികൾക്ക് അല്ലെങ്കിൽ ഭക്തജന കൂട്ടായ്മകൾക്ക് ഓരോ പ്രദേശത്തെയും ക്ഷേത്രങ്ങളുടെ ഭരണം വിട്ടുകൊടുക്കണം. ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും മുസ്ലിം ആരാധനാലയങ്ങൾക്കും ഇല്ലാത്ത സവിശേഷത എന്താണ് ഹൈന്ദവ ആരാധനാലയങ്ങൾക്കുള്ളത്? നിങ്ങളൊക്കെ തന്നെ മുമ്പേ ആർട്ടിക്കിൾ 25 ഒക്കെ ചോദിച്ചല്ലോ. ആർട്ടിക്കിൾ അനുസരിച്ചൊരു മതേതര സമൂഹവും മതേതര രാഷ്ട്രവുമാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണുക തന്നെ വേണം. വിശ്വ ഹിന്ദു പരിഷത്തും BJPയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. വിശ്വ ഹിന്ദു പരിഷത്താണ് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഉന്നതിക്കും ഹിന്ദു പ്രശ്നങ്ങളിലും ഇടപെടുക എന്നുള്ളതാണ് VHPയുടെ നയവും അത് രൂപീകരിച്ചതും അതിന് തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ് അവരുടേത്. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളുടേതുമാണ്. അവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ ആ പ്രസ്ഥാനത്തിലുണ്ട്. ആ പ്രസ്ഥാനവുമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് BJPയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പാർലമെന്ററി വ്യാമോഹമാണല്ലോ ഏത് പാർട്ടിക്കുമുള്ളത്. അവരതനുസരിച്ചുള്ള നയങ്ങൾ ചെയ്യുന്നു. രണ്ട് നയമെന്നുള്ളതല്ല, ഒരു വീട്ടിൽ തന്നെ ഒരു ചേട്ടനും അനിയനും ഉണ്ടെങ്കിൽ രണ്ട് തീരുമാനങ്ങൾ എടുക്കാമല്ലോ ഒരു കുടുംബ പ്രശ്നത്തില്. ഞങ്ങളുടെ നയം വളരെ വ്യക്തമാണ്. ധർമാന്തരൻ ബന്ധുഹോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആപ്തവാക്യമാണ്. ധർമാന്തരൻ ബന്ധുഹോ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം ഇല്ലായ്മ ചെയ്യണം എന്ന് തന്നെയാണ്. ഞങ്ങൾ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. BJPയുടെ സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണ്. അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ അർഹതയുമില്ല, ഞങ്ങൾ പറയത്തുമില്ല. രണ്ട് നയമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നയമേ ഞങ്ങൾ പറയുന്നുള്ളൂ. BJPയുടെ നയം അവരുടെ ആരാധ്യരായിട്ടുള്ള നേതാക്കൾ സൂചിപ്പിച്ചുകൊള്ളു. ഞങ്ങൾ പറഞ്ഞല്ലോ, കേരളമോ തമിഴ്നാടോ കർണാടക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഈ ഭാരതത്തിലെമ്പാടും തന്നെ ശക്തമായ മതപരിവർത്തന നിരോധന നിയമം അത് പാർലമെന്റിൽ നിർമ്മിച്ച് പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം ഭാരതത്തിൽ ഉണ്ടാകണം. കൊച്ചു കേരളമല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഭാരതം ഹൈന്ദവ സംസ്കൃതിയുടെ ഭൂഭാഗമായിട്ടുള്ള ഈ ഭാരതത്തിലേക്ക് വേണ്ടിയുള്ള ഒരു നിയമം ഉണ്ടാകണം. 12 13 സംസ്ഥാനങ്ങളോ കേരളമോ അല്ല ഉദ്ദേശിച്ചത്, ഭാരതം. ഒരു വ്യത്യാസവും ഞങ്ങൾ ആ നയത്തിൽ കാണിക്കുന്നില്ല. വളരെ സന്തോഷം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് പങ്കെടുത്തതിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നയങ്ങൾ വ്യാപകമായി ഞങ്ങൾ കൂടെ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും അത് മാധ്യമങ്ങളിൽ കൂടി സംപ്രേഷണം ചെയ്യാനും ഉള്ള ഒരു എളിയ ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം എല്ലാ കാലത്തും വിശ്വ ഹിന്ദു പരിഷത്തിനെയും ബജറംഗ് ദളിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. പക്ഷെ ഒരൊറ്റ മാധ്യമവും വിശ്വ ഹിന്ദു പരിഷത്തിനെ ആ ചർച്ചകളിൽ പരമാവധി പങ്കെടുപ്പിക്കുകയോ ഞങ്ങളുടെ നയം കേൾക്കാനോ തയ്യാറാകുന്നില്ല. അതിനൊരു പരിഹാരം ഉണ്ടാകണം. വിശ്വ ഹിന്ദു പരിഷത്തിനെ ബജറംഗ് ദളിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചർച്ചകൾ ഉണ്ടായാൽ ഞങ്ങളെയാണ് കേൾക്കേണ്ടത്. കേരളത്തിൽ ധാരാളം ഹൈന്ദവ സംഘടനകൾ ഉണ്ടാകാം, അവരല്ല ആ നയം പറയേണ്ടത്. 80 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താക്കൾ തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജറംഗ് ദളിന്റെയും പ്രവർത്തനങ്ങൾ വിശദീകരിക്കേണ്ടത്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എപ്പോഴും തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ് ബജറംഗ് ദൾ എന്തോ ഒരു സ്വതന്ത്ര തീവ്രവാദി സംഘടനയാണെന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. ഒരിക്കലുമല്ല. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 15നും 35 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരുടെ സംഘടനയാണ് ബജറംഗ് ദൾ. 15നും 35 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളുടെ പ്രസ്ഥാനമാണ് ദുർഗാവാഹിനി. ഇവിടുത്തെ മാധ്യമമൊക്കെ സ്ത്രീലിംഗവും പുല്ലിംഗവും മറന്ന റിപ്പോർട്ട് ചെയ്ത് ജ്യോതി ശർമ്മ ബജറംഗ് ദൾ പ്രവർത്തക, അവർ ദുർഗാവാഹിനി പ്രവർത്തകയാണ്. ബജറംഗ് ദൾ പ്രവർത്തകർ പുരുഷന്മാരുടേതും ദുർഗാവാഹിനി സ്ത്രീകളുടെയും ചെറുപ്പക്കാരികളുടേതുമാണ്. അത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഞങ്ങളെയും കൂടെ കേൾക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കും.